നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങിയിരിക്കുകയാണ്. കണ്ടസ്റ്റൻസ് എല്ലാം വീട്ടിനകത്തേക്ക് പോയിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ ആദ്യമേ നമ്മൾ കാണുമ്പോൾ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് തോന്നുന്നത്. ആരും അങ്ങനെ മാറി നിൽക്കുന്നവരായിട്ട് തോന്നുന്നില്ല. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അനുമോൾക്ക് കിട്ടിയ ഒരു അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ വന്ന് കയറിയപ്പോഴേ കോമണറായിട്ട് കയറിയ അനീഷ് നല്ല 8ന്റെ പണി കൊടുത്തിട്ടുണ്ട്. അനീഷ് ആണെങ്കിൽ വന്ന് കയറിയപ്പോഴേ പറഞ്ഞു ആരാ ഇവിടെ ബിഗ് ബോസ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഇവിടെ ആരെയും കയറ്റിവിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ വലിയ സന്തോഷത്തിൽ നമ്മൾ കയറി വരുമല്ലോ, നമുക്ക് പ്ലാറ്റ്ഫോം കിട്ടി, അടിപൊളി, ഇനി ഇവിടെ നമുക്ക് ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശത്തോടും ആഗ്രഹത്തോടും കൂടിയൊക്കെ അനുമോൾ അങ്ങോട്ട് കയറി പോവുകയും അനുമോളുടെ കോൺഫിഡൻസ് മൊത്തവും തകർക്കുന്ന ഒരൊറ്റ ചോദ്യത്തിൽ അനീഷ് അവിടെ ഇരുത്തിക്കളഞ്ഞു. അത് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആരാന്ന് ചോദിച്ചപ്പോഴേ ആളൊന്ന് ഞെട്ടി ചെറുതായിട്ട്. അനുമോള് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ടി വിയിലൊക്കെ കാണുമ്പോൾ നല്ല സുന്ദരിയാണല്ലോ, നല്ല ഗ്ലാമർ ആണല്ലോ, ഇപ്പൊ എന്ത് നോർമൽ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഒന്നാമതേ ആരാന്ന് ചോദിച്ചപ്പോഴേ കിളി പോയി ഇരിക്കുമായിരുന്നു, മൊത്തത്തിൽ പോയി ഡൗൺ ആയി. അത് കഴിഞ്ഞപ്പോ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ഏകദേശം ആ കണ്ണുകൾ ശ്രദ്ധിച്ചാൽ അറിയാം അനുമോളുടെ കരച്ചിൽ വന്നു, പക്ഷെ കരയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പക്ഷെ ഒരു കോൺഫിഡൻസ് ലെവൽ തകർക്കുമെന്ന് പറയുമല്ലോ, അത് നല്ല പോലെ ആദ്യത്തെ ഗെയിം കളിച്ചിട്ടുണ്ട് അനീഷ്. അതുപോലെ അനീഷിന് ഒരു നെഗറ്റീവും ഉണ്ട്, ഈ വരുന്നിടത്തും പോകുന്നിടത്തും എല്ലാം പോയി ചൊറിയുവാണ്. ഓക്കെ, ആദ്യത്തെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഓക്കെയാണ്. പക്ഷെ അതിനുശേഷം കാണിച്ചു കൂട്ടുന്നതെല്ലാം വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം പോയി തലയിടുന്ന അനീഷിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരു ചൊറിച്ചില് മനോഭാവം ആണെന്ന് പറഞ്ഞാലും എല്ലാത്തിലും കയറി തലയിടുക. അപ്പൊ അത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ അത് രസിച്ചെന്ന് വരത്തില്ല. വെച്ച് നമ്മൾ ഇനി ഇറിറ്റേറ്റഡ് ആവും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ അത് ചിലപ്പം ഇങ്ങനെ തന്നെ അനീഷ് തുടരുവാണെങ്കിൽ ആ ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. അത് അനീഷിന് ഒരു നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലാതെ വേറൊന്നും കാണുന്നില്ല. പക്ഷെ നല്ലൊരു ഗെയിമർ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ എല്ലാവരെയും ഒന്ന് ഇരുത്താനുള്ളൊരു മരുന്നൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട് എന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ അതിനുശേഷമാണ് എനിക്ക് മറ്റൊരാളുടെ കാര്യം പറയാനുള്ളത്, നമ്മുടെ രേണു സുധി. ഞാൻ ഇവിടുന്ന് പോയപ്പോഴേ ഞാൻ പറഞ്ഞു അവിടെ സുധിയെയും ഈ കിച്ചുമോനെയും ഒക്കെ വെച്ചായിരിക്കും അവിടെ ഗെയിം കളിക്കുന്നതെന്ന്. വലത് കാലെടുത്ത് വെച്ചപ്പോൾ എന്റെ സുധിച്ചേട്ടാ ഞാനിതാ എത്തിയേന്ന് പറഞ്ഞ് അവിടെ തുടങ്ങി പരിപാടികൾ. ഇനിയിപ്പോ സുധിച്ചേട്ടന് അങ്ങോട്ട് ഭയങ്കര പണിയായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ രേഷ്മ അവിടെ പണിയെടുക്കുന്നതൊക്കെ കൂടുതൽ നാക്കിൽ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ അവിടെ അത് വേറൊന്നുമല്ല. നമ്മൾ പോയപ്പോഴേ നമ്മൾ പറഞ്ഞു ഇതിങ്ങനെയൊക്കെ വരുത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. മൈൻഡ് ഗെയിം കളിക്കുമല്ലോ. അതായത് സുധിച്ചേട്ടന്റെ ആൾക്കാരുണ്ട്, സുധിച്ചേട്ടന്റെ കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരെല്ലാം എല്ലാം വോട്ട് വേണ്ടേ. അപ്പൊ സുധിച്ചേട്ടനിൽ തുടങ്ങിയിട്ടുണ്ട്. വെളിയിലുള്ള ഇഷ്യൂസ് എല്ലാം കഴിഞ്ഞിട്ട് അകത്തോട്ട് പോയപ്പോൾ തന്നെ സുധിച്ചേട്ടന്റെ പേര് അവിടെ എടുത്തിട്ടപ്പോഴേ ഏകദേശം എനിക്ക് മനസ്സിലായത് ഇനി അങ്ങോട്ട് സുധിച്ചേട്ടാ എന്നുള്ള വിളിയായിരിക്കും. മിക്കവാറും സുധിച്ചേട്ടാ എന്ന് വിളിച്ച് അവസാനം മരിച്ചുപോയ ആൾ തിരിച്ചു വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി അങ്ങോട്ട് അങ്ങനെ ആകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ അക്ബർ ഖാന്, RJ ബിൻസി, ഷാനവാസ്, സരിക, എല്ലാവരും ഉണ്ട്. സരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സരിക വന്ന ഉടനെ ഞാൻ ആദ്യത്തെ ദിവസം ഞാനിങ്ങനെ വന്നതിന് ശേഷമുള്ള ലൈവ് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സരിക ഇപ്പൊ കൂളായിട്ട് പോകുന്നുണ്ട്, പക്ഷെ എതിർക്കേണ്ട ഓരോന്ന് പറയേണ്ടടുത്ത് പറഞ്ഞ് നിൽക്കുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നു സരികയുടെ മനസ്സിൽ ഇതെല്ലാം കൂടെ കൺട്രോളിങ് സരികയുടെ കയ്യിൽ കൊണ്ടുവരണം. ഇവരുടെ എല്ലാ സീസണിലും ഉള്ളതാണ്. ഒരു അമ്മ കഥാപാത്രം അല്ലെങ്കിൽ ഒരു ലീഡർ ആയിട്ട് ഒരാൾ നിൽക്കുന്നു, അവർ പറയുന്നത് കേൾക്കുന്നു എന്ന് പറയാം. കുറച്ച് ദിവസം അങ്ങനെ അങ്ങ് പോകും. ഒരാളുടെ പിന്നിൽ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പേരെ ആക്കാനുള്ളൊരു ശ്രമം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സരികയുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട്. എന്തായാലും തുടങ്ങിയതേ ഉള്ളൂ, ഫസ്റ്റ് ഡേ ആണ്. അതിൽ പോകെ നമുക്ക് ഇവരുടെ എല്ലാം സ്വഭാവം മനസ്സിലായി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇന്ന് ഫസ്റ്റ് ഡേ നിങ്ങൾ കണ്ടതിൽ. ഓക്കെ, ഇനി പോകെ നമുക്ക് അഭിപ്രായങ്ങൾ മാറാം. ഈ പറയുന്ന ഇവരൊന്നും ആയിരിക്കത്തില്ല ഇപ്പം മുൻനിരയിലേക്ക് വരുന്നത്. ഇപ്പൊ ഗെയിം തുടങ്ങി, നേരത്തെ കളികൾ തുടങ്ങി, അവിടുത്തെ ഇഷ്യൂസ് ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവും, ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്കൊരാളെ വിലയിരുത്താൻ പറ്റത്തുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഇഷ്ടപ്പെട്ട ആൾ ആരാണെന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യണം. ഈ അനീഷിന്റെ കാര്യമാണ് ഞാൻ കൂടുതലും ഇതിനകത്ത് സംസാരിക്കാൻ, എനിക്ക് ഈ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാൻ ഞാൻ തോന്നിയത്. എന്ന് വെച്ചാൽ അനീഷിന്റെ ആ പ്രവർത്തികൾ കണ്ടപ്പോൾ അനീഷ് വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം തലയിടുന്നതായിട്ട് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് അനീഷിന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കുകയും വെളിയിൽ സപ്പോർട്ട് കിട്ടാതിരിക്കുന്ന ഒരു ചാൻസും ഉണ്ടാവും. എന്ന് വെച്ചാൽ എല്ലാത്തിലും കയറി അങ്ങ് ചൊറിയുകയും എല്ലാത്തിലും അഭിപ്രായങ്ങൾ പറയുകയും എല്ലാ കാര്യത്തിലും ഞാൻ നോക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളിലും കിടക്കുന്ന കാര്യങ്ങളിൽ വരെ വിഷയങ്ങളിലും കയറി ഇടപെടുന്നുണ്ട്. A to Z ഇങ്ങനെ തന്നെ പറയേണ്ടി വരും. കയറിയപ്പോൾ മുതൽ A to Z കാര്യങ്ങളിലും പുള്ളി കൊണ്ട് തല വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസിൽ അങ്ങനെ ഉള്ളവരെ കൂടുതലും പോയിന്റ് ചെയ്യും. ഇവ വെളിയിലുള്ള കാഴ്ചക്കാരാണെങ്കിലും
അതുപോലെ അകത്തുള്ളവർ പിന്നെ അധികം മൈൻഡ് ചെയ്യത്തില്ല, കുറച്ച് കഴിയുമ്പോഴൊക്കെ അത് പറയത്തുള്ളൂ. പക്ഷെ വെളിയിൽ ഈ വോട്ട് ചെയ്യാനിരിക്കുന്ന ഇത് കാണുന്നവരുണ്ടല്ലോ, അവർക്ക് ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. കൂടുതലും വീടുകളിൽ ഇരുന്ന് ഈ യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും കാണാത്തവരുണ്ട്, അവരൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കെല്ലാം ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നും ഈ അനീഷിന്റെ പ്രവൃത്തികൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ. ഞാൻ ആദ്യമേ നെഗറ്റീവ് പറഞ്ഞതല്ല, ഒരു സാധ്യത പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും മുന്നോട്ട് അതൊക്കെ മനസ്സിലാക്കി അനീഷ് കളിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും അനീഷ് വന്ന ദിവസം തന്നെ ഒരു ഇംപ്രഷൻ ഇതിട്ടതായിരിക്കാം ജനങ്ങൾക്കിടയിലേക്ക് പോകാൻ വേണ്ടി. എന്തോ കരുതിക്കൂട്ടി വന്നിട്ടുള്ള പോലെ തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ആരും ഒന്നും മോശമല്ല, എല്ലാവരും നല്ല ബെസ്റ്റ് പ്ലെയേഴ്സ് ആണ് കേട്ടോ. എന്തായാലും ഈ സീസൺ പൊളിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നോക്കാം മുന്നോട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.